ശ്രീ സജി ചെറിയാൻ. സർ, സ്ത്രീ യാത്രക്കാരുടെ വലിയൊരു വിഭാഗം KSRTCയിലേക്ക് മാറുന്നതോടുകൂടി സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേരളത്തിൽ സ്വകാര്യ ബസ് യാത്രാ മേഖലയിൽ നന്നായി ഇടപെടുന്നതുകൊണ്ടാണ് പൊതുഗതാഗത മേഖല നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം. ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഇതിനോടകം തന്നെ നിർത്തൽ ചെയ്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് സ്വകാര്യ റൂട്ടുകൾ ഉടമകൾ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സർക്കാർ ഇപ്പോൾ ഏതോ ചെറിയ നികുതി കുറച്ചു എന്നാണ് പറയുന്നത്. ഈ കുറച്ച നികുതി സ്വകാര്യ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്നതല്ല സർ. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. സർ, ഈ മേഖലയെ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും വിശദീകരിച്ചതുപോലെ ഒരു സ്വകാര്യ മേഖല എന്നതിലുപരി പൊതുഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബജറ്റിൽ ഒരിക്കലും ചെയ്യാത്തതുപോലെ അവരുടെ നികുതി പകുതിയായി 50% കുറച്ചത്. പക്ഷേ അതുകൊണ്ട് അവർക്കൊരു വർഷത്തിൽ ഏതാണ്ട് 50,000 രൂപയുടെ ഒരു ആനുകൂല്യമാണ് ലഭിക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയല്ല സാർ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള മേഖലകളുണ്ട്. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര താലൂക്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ കാര്യമായിട്ട് ഓടുന്നില്ല. അവിടെ അതുകൊണ്ട് അവർക്ക് ആ വിഷയം അവിടെ ബാധകമല്ല. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ അവിടെ KSRTC ബസ്സുകളും വളരെ താരതമ്യേന കുറവായിട്ടാണ് ഓടുന്നത്. അപ്പോൾ അവിടെയുള്ള സ്വകാര്യ മേഖലയ്ക്ക് ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ഓടുന്ന പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ കൂടുതലായി KSRTC ബസ്സിനെ ആശ്രയിക്കുന്നതുകൊണ്ട് ഈ ബസ്സുകളിലെ കളക്ഷൻ ഒരു ദിവസം 1500 മുതൽ 2500 രൂപ വരെ കുറഞ്ഞതായിട്ടാണ് അവരുടെ പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മളതിൻ്റെ ഗൗരവം കാണുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജെൻസിയും പൂക്കിയും ഒക്കെ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തി. അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. യുവജനങ്ങൾക്ക് വലിയ ഇളവുകൾ നൽകുമെന്ന് വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി നൽകിയത്. ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവുകൾ നിലവിൽ തന്നെ നിയമവിധേയമായിട്ടുള്ളതാണ്. സാർ, ഇവരെ ആക്ഷേപിക്കുന്നത് തുല്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ യുവാക്കൾ ആഗ്രഹിക്കും വിധമുള്ള മോഡിഫിക്കേഷൻ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? നിയമം അനുവദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾക്കാണ് അംഗീകാരം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ. മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള നിയമാവലികൾ നമുക്ക് ബാധകമാണ്. എങ്കിൽ പോലും അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിങ്സ് വയ്ക്കുന്ന കാര്യത്തിൽ, വാഹനത്തിൻ്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.